ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഷോള് വർക്ക് ചെയ്യുന്നതിൻ്റെ. അതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ട് 2 ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് റണ്ണിങ് മെറ്റീരിയലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ബോഡി പാർട്ടിനായിട്ട് ഞാനിവിടെ 2.25 മീറ്ററാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 45 ഇഞ്ച് ഇറക്കം വരാൻ പാകത്തിലാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത്. നല്ല പീസും ലൈനിങ്ങും ഒരുമിച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ആദ്യം നല്ല പീസിനെ 4ആയിട്ട് മടക്കി ഇതുപോലെ ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസ് 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെടുന്ന ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നെക്ക് അളന്നെടുക്കാം. നമുക്ക് നെക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്താം. ഞാനിവിടെ ബോട്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേ അളവിലാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് വൈഡായിട്ടുള്ള ബോട്ട് നെക്കല്ല, ഒരു ചെറിയ ബോട്ട് നെക്ക് ആകൃതിയിൽ വരുന്ന രീതിയിലാണ് ബാക്കും ഫ്രണ്ടും ഒരുപോലെ വരാൻ പാകത്തിന്. അതിനുശേഷം നമുക്ക് ഷോൾഡർ എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അത് ഞാനിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി കൊടുക്കാം. ശേഷം നമുക്ക് ബ്രസ്റ്റ് എത്രയാണോ വേണ്ട അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ബ്രസ്റ്റ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷേപ്പാണ് അടയാളപ്പെടുത്തേണ്ടത്. ഷേപ്പ് എത്രയാണോ വേണ്ട അത് ഇവിടെ അടയാളപ്പെടുത്താം. ഷേപ്പിൻ്റെ ലെങ്ത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഷേപ്പിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ട അത് വരച്ചതിന് ശേഷമാണ് നമുക്ക് അവിടെ ഷേപ്പ് എത്രയാണോ വേണ്ട അത് അടയാളപ്പെടുത്തി കൊടുക്കാൻ. അതിനുശേഷം കൈക്കുഴി ഇതുപോലെ നമുക്ക് വളച്ച് വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വരച്ച് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം താഴത്തേക്കും നമുക്കിതുപോലെ ടേപ്പ് വെച്ചതിന് ശേഷം നമുക്കവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ആദ്യം കട്ട് ചെയ്തു, അതിനുശേഷം കൈക്കുഴി കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട്. അതും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് നല്ല പീസ് എടുത്ത് വെച്ച് ഇതുപോലെ ഫുള്ള് ലെവൽ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ലൈനിങ് പീസും നമുക്കിതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവിനുള്ള മെറ്റീരിയൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 സ്ലീവിനും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മെറ്റീരിയൽ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിടാം. ഇത് സെൻട്രി വരാൻ പാകത്തിന്, ഹാൻഡ് വർക്ക് സെൻട്രി വരാൻ പാകത്തിന് ഇതുപോലെ നമുക്ക് നന്നായിട്ട് മടക്കിയിടാം. ഇത് നമ്മൾ ശ്രദ്ധിച്ച് വേണം മടക്കിയിടാൻ. എന്ന് വെച്ചാൽ ഈ ഹാൻഡ് വർക്ക് സെൻറ്ററിൽ തന്നെ വരണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതാളൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഹാൻഡ് വർക്കിന് പുറത്തേക്ക് തലത്തുമ്പ് വരാൻ പാകത്തിനാണ് നമ്മളിത് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഹാൻഡ് വർക്കിന് പുറത്തേക്ക് 1 ഇഞ്ചെങ്കിലും നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ലെങ്ത് അടയാളപ്പെടുത്താം. അതിനുശേഷം വിഡ്ത്ത് ഇതുപോലെ മുകൾ ഭാഗം കൈക്കുഴി അടയാളപ്പെടുത്തി താഴേക്ക് 4 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇടണം. 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സ്ലീവിന് ലൈനിങ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ബോഡി പാർട്ടിന് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ലീവും വെച്ച് ഇതുപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം.
ആദ്യം നമ്മൾ സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം സ്ലീവ് എടുത്തതിന് ശേഷം അതിൻ്റെ ലൈനിങ് ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 2 സ്ലീവിലെ ലൈനിങ്ങും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സെൻറ്റർ നമ്മളൊന്ന് കൂട്ടിയടിക്കാം. 2 സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ലൈനിങ് വെച്ച് പിന്നെ നല്ല പീസും വെച്ച് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം മടക്കി ഹാൻഡ് വർക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂചി ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടതിന് ശേഷം ബീഡ്സിൽ കൊണ്ട് സൂചി ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അരികത്തൂടെ പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 2 സ്ലീവും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല പീസ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങും വെച്ച് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നെക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഫ്രണ്ട് നെക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിച്ചു മറിച്ചെടുക്കണം. അതിനുശേഷം ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ അടിച്ചതിന് ശേഷം ഫുള്ള് കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം. അടിച്ച് മറിച്ച് ഫ്രണ്ട് മാർക്ക് മാത്രമേ നമ്മൾ ഇതുപോലെ അടിച്ച് മറിച്ചെടുക്കുന്നുള്ളൂ. മറിച്ച് ഒരു പ്രസരകലത്തിൽ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്ക് മാത്രം. ബാക്ക് നെക്ക് ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട് ആദ്യം നമ്മളിതുപോലെ ബാക്ക് നെക്ക് എടുത്ത് വയ്ക്കുക. ബാക്ക് നെക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഭാഗത്ത് വരാൻ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വരാൻ പാകത്തിന് നമ്മളിതുപോലെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഉള്ളിലേക്ക് ഫ്രണ്ട് നെക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഷോൾഡർ ഇതുപോലെ 2 ഷോൾഡർ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. 2 ഷോൾഡറും നമുക്കിതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് പുറത്തേക്ക് വരില്ല, ഉള്ളിലേക്ക് തന്നെ പൊക്കോളും. ഷോൾഡർ രണ്ടും കൂട്ടിയടിച്ച് തിരിച്ച് മറിച്ചെടുത്തതിന് ശേഷം നമുക്കിനി സ്ലീവ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ച് കൈക്കുഴിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതിൽ ലൈനിങ് ഉണ്ട്. ലൈനിങ് ഉള്ളതുകൊണ്ട് സ്ലീവിൻ്റെ ലൈനിങ്ങും സ്ലീവും കൂടെ ഒന്ന് ഒരുമിച്ച് പിടിച്ച് അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ. 2 സ്ലീവ് ഇതുപോലെ കൈകുഴിയുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി 2 സൈഡും ഇതുപോലെ കൂട്ടിയടിക്കാം. ഇതുപോലെ 2 സൈഡും കൂട്ടിയടിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ബീഡ്സ് ഉണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതുപോലെ അടിച്ചു വന്നിട്ട് ഷേപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ നല്ല പീസ് മാത്രം വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് നമ്മൾ പിന്നീടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും നമുക്ക് ലൈനിങ് താഴെയുള്ള ലൈനിങ്ങും മുകളിലുള്ള ലൈനിങ്ങും ഇതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം നല്ല പീസ് വെച്ച് മാത്രം നമ്മളിതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് നിന്ന് ലൈനിങ്ങിനെയും ഇതുപോലെ കൂട്ടി അടിച്ചെടുക്കാം. ലൈനിങ് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് നമുക്ക് അവിടെ ഇതുപോലെ അടിച്ചെടുക്കാം. 2 സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഉരുട്ടിയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 6 സ്റ്റിച്ചിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ലൈനിങ്ങും നല്ല പീസും നമുക്ക് രണ്ടിൻ്റെയും താഴ്ഭാഗം നമുക്കിതുപോലെ അടിച്ചെടുക്കാം.